വിശുദ്ധ ഖുർആൻ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ, അന്ത്യനാൾ എന്നാണ് എന്നുള്ള അറിവ് അത് അല്ലാഹുവിന്റെ അടുത്തായുള്ളത്. വയുനസ്സിലുൽ ഗൈബ്, മഴ പെയ്യുന്നത് എപ്പോഴാണ് എന്നും, വയഅലമു മാ ഫിൽ അർഹാം, ഗർഭപാത്രത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നും അവിടെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായ ധാരണയുള്ളത് അല്ലാഹുവിന്റെ അരികിൽ മാത്രമാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് മനുഷ്യ നീ പ്രവർത്തിക്കുക എന്നും, വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്, ഏത് സ്ഥലത്ത് വെച്ചാണ് മനുഷ്യ നീ മരണപ്പെടുക എന്നുള്ള കൃത്യമായ ഗൈബിയായ ഇൽമ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ മാത്രമാണ് എന്നുള്ളത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരണപ്പെടുമെന്നുള്ളത് നമുക്കാർക്കും അറിയുകയില്ല പ്രിയമുള്ളവരെ. പല ആളുകളുടെയും കുടുംബത്തിലെ അംഗങ്ങളുടെ മരണത്തിന്റെ അവസ്ഥകൾ വിശദീകരിക്കുന്ന, പറയുന്ന, ഗദ്ഗതത്തോടുകൂടി പങ്കുവെക്കുന്ന പല വീഡിയോകളും കണ്ടവരാണ് നമ്മൾ. പ്രവാസിയായ സഹോദരൻ അവൻ നാട്ടിലേക്ക് ചെല്ലുമ്പോ ഒരാൾ പോലും ബാക്കിയില്ല. ആ മനുഷ്യൻ വീട്ടിൽ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുന്ന വീഡിയോ ഇന്നോ ഇന്നലെയായിട്ടൊക്കെ പുറത്തു വന്നു. അവൻ വിചാരിച്ചിട്ടില്ല, ഞാൻ ഇനി തിരിച്ചു വരുമ്പോ എന്നെ കാത്തിരിക്കുന്ന ഒരു ഉമ്മയില്ല, എന്നെ കാത്തിരിക്കുന്ന മക്കളില്ല, ഭാര്യയില്ല, കുടുംബാംഗങ്ങളില്ല, പിതാവില്ല എന്നുള്ളത്. തിരിച്ചു വരുമ്പോ ഒന്നുമില്ലാത്ത, വീട് പോലും ഇല്ലാത്ത ആ സ്ഥലത്ത് വന്നിരുന്ന് കരയുന്ന മനുഷ്യനെ കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ. നോക്കൂ, നിങ്ങൾ എപ്പോഴാണ് എങ്ങനെയാണ് കടന്നു വരുന്നത് എന്നറിയില്ല. മണിക്കൂറുകൾക്ക് മുമ്പ് വാട്സപ്പിൽ കിട്ടിയതാണ് അല്ലെ. 2 ദിവസം മുമ്പ് സ്വന്തം ഫാമിലിയെ നാട്ടിലേക്ക് പറഞ്ഞയച്ച് അടുത്ത ആഴ്ച അനിയന്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിരിക്കുന്ന മനുഷ്യൻ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇപ്പൊ മരണപ്പെട്ടത് സൗദി അറേബ്യയിൽ. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉലമാക്കള് പഠിപ്പിച്ചു തരുന്നുണ്ട്, യാ അബ്ദല്ലാഹ്, യാ മനുഷ്യ, അൽ യൗമ തസൂറുൽ ഖുബൂർ, ഇന്ന് നീ ഖബറുകൾ സന്ദർശിക്കുന്നു, വഗദൻ സതസ്കുനുഹാ, നാളെ നീ അതിൽ വീട് കൂടുമെന്ന്, നാളെ ആ വീട്ടിൽ നീ ആയിരിക്കുമെന്ന് ഉലമാക്കള് നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇദാ ഖബലല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബിഅർദിൻ ജഅല ലഹു ഇലൈഹാ ഹാജ ഔ ഖാല ബിഹാ ഹാജതൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഒരു മനുഷ്യനെ എവിടെ വെച്ച് മരിപ്പിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചോ, ജഅല ലഹു ഇലൈഹാ ഹാജ, അവിടേക്ക് അല്ലാഹു ഒരു ആവശ്യം ഇട്ടു, അവിടേക്ക് ഒരു ആവശ്യം ഇട്ട് കൊടുക്കും. അതാണ് പ്രിയമുള്ളവരെ ഇന്ന് കേൾക്കാനിടയായ ഒരു വാർത്ത അല്ലെ. ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പുറത്തേക്കുള്ള അനിയന്റെ വീട്ടിലേക്ക് താമസം മാറി. പക്ഷേ ആ വീട് മുഴുവനായി തകർത്ത് കളയുകയും എന്റെ കുടുംബാംഗങ്ങൾ മുഴുവനും മരണപ്പെടുകയും ചെയ്തു. പക്ഷേ ഞാൻ ഏത് വീട്ടിൽ നിന്നാണോ താമസം മാറിയത് ആ വീടിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല, ആ വീടിന് ഒന്നും പറ്റിയിട്ടില്ല. ഇവിടെ നിന്ന് അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ട് അപ്പുറത്ത് പോയതാ. അല്ലാഹ് ആ വീടുണ്ട് നശിപ്പിച്ചു, അല്ലെങ്കിൽ ആ വീടുണ്ട് അതിലൂടെ തൂത്തുവാരി. അല്ലാഹ് എവിടുന്നാണോ പിടിക്കാൻ ഉദ്ദേശിച്ചത് അവിടേക്ക് എത്തും, എന്തെങ്കിലും ഒരു കാരണമായിട്ട് എത്തും. ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒരാവശ്യവും ഇല്ലാത്ത രാജ്യത്ത് വെച്ചിട്ടാണ് നമ്മളെ പിടികൂടേണ്ടത് എന്നുള്ള തീരുമാനിച്ചാൽ ജഅല ലഹു ഇലൈഹാ ഹാജ, അവിടേക്ക് ഒരാവശ്യം കിട്ടും, ഒരാവശ്യം ഉണ്ടാകും, നമുക്ക് അവിടെ എത്തിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു ബോധം പലപ്പോഴും ഓരോരുത്തർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ആളുകളുടെ ജീവിത രീതി തിന്മകളിലൂടെയും അധർമ്മത്തിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരലോക വിജയത്തിനും മരണചിന്തയുണ്ടാകാനും നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അശ്രദ്ധ നമ്മൾ ഒഴിവാക്കുക. അശ്രദ്ധ ഒഴിവാക്കുക. ഇന്ന് പലപ്പോഴും മരണചിന്തയിൽ നിന്ന് നമ്മെ തടയുന്നതാണ് അശ്രദ്ധ എന്ന് പറയുന്നത്. അശ്രദ്ധനായി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ തൗബയില്ല, അതിങ്ങനെ ഒരു ഗഫലത്തിലാണ് ജീവിക്കുന്നത്. എല്ലാവരും എങ്ങനെ പോകുന്നോ അതിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ട് ഒരു ഗഫലത്തിലൂടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നുള്ളത് വളരെ വിരളം മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുന്നുണ്ട് സൂറത്തു ഹിജ്റിലെ 3-ാമത്തെ വചനത്തിൽ, ദർഹും യഅകുലു വയതമത്തഉ വയുൽഹിഹുൽ അംലു ഫസൗഫ യഅലമൂൻ. ദർഹും, അവരെ നീ വിട്ടേക്ക്. അല്ലാഹു പറയും
അവരെ നീ വിട്ടേക്ക്. അശ്രദ്ധയുടെ ആളുകൾ അവരെ നീ വിട്ടേക്ക്. യഅ്കുലു അവർ തിന്നുന്നു, വയതമത്തഉ അതേപോലെ തന്നെ അവർ സുഖിക്കുകയും ചെയ്യുന്നു, വയൽഹിമുൽ അംൽ അതേപോലെ തന്നെ വ്യാമോഹങ്ങളിൽ അവർ വ്യാപൃതമായി കൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളെ വിട്ടേക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഫസൗഫ യഅലമൂൻ ഒരു വഴിയെ അറിയും. മരണത്തിന് കീഴടങ്ങുന്ന സമയത്ത് ഖേദിച്ചു മടങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും. അന്ന് ഞാനിതൊക്കെ അശ്രദ്ധമാക്കി കളഞ്ഞല്ലോ എന്ന് അവൻ അന്ന് വിലപിക്കുമെന്ന്. അതുകൊണ്ട് അവരെ പോണ പോക്കിന് പോയിക്കോട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഇവിടെ ജീവിക്കുന്നതിന് ലക്ഷ്യമുണ്ട്. നമ്മൾ ഈ നാട്ടിലേക്ക് വന്നതിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ട് എങ്കിൽ അതിനേക്കാൾ വലിയ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ നേടിയെടുക്കാൻ അത്രമാത്രം കൊതിക്കുകയും അധ്വാനിക്കുകയും ചെയ്യേണ്ട ലക്ഷ്യമാണ് പരലോക വിജയം എന്ന് പറഞ്ഞാൽ. ആ ലക്ഷ്യത്തിന് നമ്മൾ പണിയെടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ പരാജയമാണ്. ഇവിടുത്തെ ഒരു ലക്ഷ്യം നമുക്കൊരു സമയത്ത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റൊരു അവസരം വന്നെന്ന് വരാം. പക്ഷേ പരലോകത്തെ വിജയം എന്നുള്ളത് അത് ഈ ജീവിതത്തോടു കൂടി നേടിയെടുക്കേണ്ട സംഗതിയാണ്. ഇതൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ വേറൊരു ജീവിതം അവർ തരൂല അവിടെ വിജയിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. രണ്ടാമത്തത് മരണത്തെ കുറിച്ച് ഓർക്കുക എന്നുള്ളത് തന്നെ. മരണത്തെ കുറിച്ച് ഓർക്കുക എന്നുള്ളത്. ഒരുപാട് മരണങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്, ഒരുപാട് മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടാകാം നമ്മൾ ഓരോരുത്തരും. പക്ഷേ അവിടെയൊക്കെ ആ വ്യക്തിയുടെ മയ്യത്തിന്റെ അവസ്ഥകളെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് നമ്മൾ കരഞ്ഞിട്ടുണ്ടാകാം. ആ എപ്പോഴെങ്കിലും സ്വന്തം മരണത്തെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? എന്റെ മരണം, എന്റെ ജനാസ ആളുകൾ നമസ്കരിക്കുന്നത്, എന്റെ മയ്യത്ത് ആളുകൾ ഖബറിലേക്ക് വെക്കുന്നത്, എന്റെ മയ്യത്തുമായി എന്റെ ശരീരവുമായി ആളുകൾ ചുമന്നു കൊണ്ടുപോകുന്നത്, ആ രംഗമൊന്ന് നമ്മളൊന്ന് ഇമേജിൻ ചെയ്തെടുക്കണം. പറയുന്നത് സ്വന്തം മരണത്തെ കുറിച്ച് ഓർക്കാൻ നമുക്ക് കഴിയണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്തിറു ദിക്റ ഹാദിഹിൽ ലദ്ദ യഅനി അൽ മൗത്ത്. നിങ്ങൾ ധാരാളം നിങ്ങൾ എന്ത് ചെയ്യണം? മരണത്തെ കുറിച്ച് ഓർക്കണം. സർവ്വ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന, എല്ലാ സന്തോഷങ്ങളും ആ നിമിഷം കൊണ്ടില്ലാതാകുന്ന ആ മരണത്തെ കുറിച്ച് ഓർക്കണം. വീട്ടിൽ നല്ലൊരു കല്യാണം നടക്കാം, തലേ ദിവസം വാപ്പ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ ഒരു സന്തോഷം, ആ ഒരു ആഹ്ലാദത്തിന് നിമിഷം, ആ ഒരു ദിവസം എന്ന് പറയുന്നത് ആ നിമിഷം കൊണ്ട് അവസാനിക്കും. അത്രേ ഉള്ളൂ പ്രിയമുള്ളവരെ. സന്തോഷമൊക്കെ നിലക്കാൻ അത്രേ ഉള്ളൂ. പിന്നെ പിറ്റേ ദിവസം നടക്കുന്ന കല്യാണത്തിന് എന്ത് സന്തോഷം ഉണ്ടാവുക? ആരുടെ മുഖത്താ പുഞ്ചിരി വിടരുക? ആർക്കാ സന്തോഷം ഉണ്ടാവുക? ആർക്കും ഉണ്ടാവില്ല. നിമിഷ നേരം കൊണ്ട് എല്ലാവരെയും ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്ന, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ആ മരണത്തെ നീ ഓർക്കണമെന്ന്, ധാരാളമായി ഓർക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരാം. ധാരാളം ഓർക്കണം എന്നുള്ളത് വളരെ വലിയ വിശാലമായ അർത്ഥമുള്ള ഉപദേശമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം മരിക്കുന്നുള്ളത് ഉറപ്പാണ്. മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ മരണത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കണം. എങ്കിൽ നമുക്ക് നേട്ടങ്ങളാണ് അറിയുന്നത്. ജീവിതത്തിൽ നേട്ടങ്ങളേ ഉള്ളൂ മരണത്തെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ. ഹിജ്റ 405 മരണപ്പെട്ട അബൂ അലി അദ്ദഖാഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, മൻ അക്തറ ദിക്റൽ മൗതി അക്റമഹുല്ലാഹു ബി തലാത്ത്. മരണത്തെ ഓർക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് 3 കാര്യങ്ങൾ കൊണ്ട് ആദരിക്കപ്പെടുമെന്ന് അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ മരണത്തെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ കൊണ്ട് അവൻ ആദരിക്കപ്പെടും. എന്താണ്? ഒന്ന് തഅജീലു തൗബ, തൗബ പെട്ടെന്ന് ചെയ്യും എന്നതാണ്. അത് പിന്നേക്ക് മാറ്റി വെക്കുക. മുൻഗാമികൾ അങ്ങനെയാണ്. ജീവിതത്തിൽ തെറ്റുണ്ടായിട്ടുണ്ട് എങ്കിൽ ഉടനെ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുമായിരുന്നു എന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്കുക. എത്ര നമ്മൾ മടങ്ങിയിട്ടുണ്ട് നമ്മൾ ആലോചിച്ചു. കാരണം എന്താ? നമ്മൾ നമ്മുടെ മരണത്തെ കുറിച്ച് ഓർത്തിട്ടില്ല. നാട്ടിൽ നടക്കുന്ന ഓരോ മരണവാർത്തകളും കേട്ട് മുഖം വല്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ സ്വന്തം മരണത്തെ കുറിച്ച് ഓർക്കാൻ നമ്മൾ ഇതൊരു സമയം കണ്ടെത്തിയില്ല. ഉണ്ടെങ്കിൽ ഉടനടി ചെയ്യുമെന്നുള്ളതാണ്. അതായിരുന്നു സ്വഹാബാക്കൾ. നിങ്ങൾ മഹാനായ അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കറുത്തവന്റെ പുത്ര എന്നുള്ള ഒരു പദപ്രയോഗം നടത്തി. കറുത്തവന്റെ പുത്ര എന്നുള്ള ഒരു പദപ്രയോഗം നടത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോയിട്ട് തനിക്ക് ഉണ്ടായ ഈ ഒരു പ്രയാസത്തെ കുറിച്ച് ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പരാതിപ്പെട്ടു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ഗുണഘോഷിച്ചു എന്നുള്ള ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ നിമിഷം അദ്ദേഹത്തിന്റെ തെറ്റ് ബോധ്യപ്പെട്ടിട്ട് മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു മണ്ണിലേക്ക് തല താഴ്ത്തിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എന്റെ പെരടിക്ക് ചവിട്ടണം, നീ എന്റെ പെരടിക്ക് ചവിട്ടണം. അതൊരു പശ്ചാത്താപത്തിന്റെ ഒരു വഴിയല്ല, പക്ഷെ അദ്ദേഹം അത്രമാത്രം അതിൽ ഖേദിച്ചിരുന്നു എന്നതാണ്. ഞാൻ പറയാൻ പാടില്ലാത്തത് പറഞ്ഞല്ലോ റബ്ബേ എന്നുള്ള ഖേദമായിരുന്നു. പ്രിയമുള്ളവരെ, മരണത്തെക്കുറിച്ച്, സ്വന്തം മരണത്തെക്കുറിച്ച് ഓർക്കുന്നവൻ പിന്നേക്ക് മാറ്റി വെക്കില്ല, ഉടനടി അവൻ ചെയ്യുമെന്നുള്ളതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാം അധ്യായം സൂറത്തു നിസാഇലെ 17-ാമത്തെ വചനത്തിലൂടെ പറയുന്നത്, ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാലത്തിൻ. ചില ആളുകൾക്ക് തൗബ ഉണ്ട് എന്ന് പറഞ്ഞു. ചില ആളുകൾക്ക് തൗബയുണ്ട്. എങ്ങനെയുള്ള ആളുകൾ? ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാല, അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്ത ആളുകൾ, അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്ത ആളുകൾ. തുമ്മ യതൂബൂന മിൻ ഖരീബ്, പിന്നെ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട ഉടനെ ആ തെറ്റിൽ നിന്ന് മടങ്ങുകയും ചെയ്ത ആളുകൾ. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അല്ലാഹുവിന്റെ തൗബ അവർക്കുണ്ട്. അതായത് അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കുന്ന. അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാന്നറിയില്ല, അത് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാവും അറിയാം ഇത് തെറ്റാണ്, നാം ഉടനടി അത് പിന്നേക്ക് മാറ്റിക്കൂല, ഉടനടി തൗബ ചെയ്യൂ. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അത്തരക്കാരുടെ തൗബയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് എന്ന്. ഇതാരെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിച്ചിരുന്നത്? മരണത്തെ കുറിച്ച് ഓർക്കുന്നവനിൽ ഉണ്ടാകുന്ന ഗുണമാണ്. പിന്നേക്ക് നീട്ടിവെക്കുക. നമ്മളെ കുറിച്ച് ആലോചിച്ചാൽ നമ്മൾ എത്ര ഞാൻ നീട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചാൽ, എത്ര തെറ്റുകൾ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു. കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ നമ്മളെ മരണത്തെ കുറിച്ച് ഓർത്തിട്ടില്ല. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും വാപ്പാന്റെയും മന്റെയും കുടുംബക്കാരുടെ ഒക്കെ മരണത്തെ കുറിച്ച് ഓർക്കും, കരയൊക്കെ ചെയ്തിട്ടുണ്ട്. അവനെന്റെ മരണത്തെ കുറിച്ച് ഓർത്തിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് വഖനാഅത്തിൻ ഫിൽ ഖൽബ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. എന്താണോ റബ്ബ് തന്നത് അതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ 5 ദിർഹം തികച്ച് കയ്യിലുണ്ടായിരുന്നില്ല. 5 ദിർഹം തികച്ച് കയ്യിലുണ്ടായിരുന്നില്ല. അതായത് നമ്മള് നാളത്തേക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ട് ഓടണം, നെട്ടോട്ടോടാണ്. കഠിനമായ ചൂടിലും നമ്മൾ അധ്വാനിക്കുന്നവരാണ്. എന്തിനു വേണ്ടി? എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി. അല്ലെ, ഇനിയും എങ്ങനെ ഉണ്ടാക്കും? അതിന്റെ ഇടയിൽ പരലോകത്തിന് വേണ്ടി എന്നുള്ള സംഗതി മാറും. കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, ഇന്ന ആളുകൾക്ക് വേണ്ടി ഇറങ്ങി കൊടുക്കുമ്പോൾ പരലോകത്തിന് വേണ്ടി എന്നുള്ള സംഗതി മറന്നുപോയി എന്നുള്ളത്. അതുകൊണ്ട് മരണത്തെ കുറിച്ച് ഓർക്കുന്നവൻ അവൻ ആദ്യം പരിഗണന നൽകുക പരലോകത്തിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി എന്നുള്ളത്. ആ നിലക്ക് അധ്വാനിക്കുമെന്നുള്ളതാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്ന കട്ടിൽ കണ്ടിട്ട് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിരിക്കുമ്പോൾ പുറത്ത് മുഴുവൻ പാടാണ്. കട്ടിലിൽ, അതായത് ഈത്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ ആ അതിൽ കിടന്നിട്ട് അതിന്റെ പാടാണ്. ഇത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരമാണ്, ഞാൻ നല്ല വെളുത്ത ശരീരമാണ്, എന്ത് തട്ടിയാലും പെട്ടെന്ന് ചുവന്നു വരുന്ന പ്രകൃതമാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറങ്ങനെ ചുവന്ന് തുടുത്തത് ഇങ്ങനെ കാണുമ്പോൾ ഉമർ ബിൻ ഖത്താബ് തോന്നുന്ന വല്ലാത്ത വേദന. റസൂലെ, നിങ്ങൾക്ക് നല്ലൊരു മെത്ത കൊണ്ടു ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ കടന്നാൽ എനിക്ക് ഉറക്കം വരും. അതായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ജീവിച്ചു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ഉപദേശമാണ്, ഈ ലോകത്തെ ഒരു പ്രവാസിയെ പോലെ, ഒരു വിദേശിയെ പോലെയോ അല്ലെങ്കിൽ അപരിചിതനെ പോലെയോ ജീവിക്കണം. ഇവിടെ നിന്നൊന്നും ഉണ്ടാവും കാലാകാലം ഇവിടെ തന്നെ എന്നുള്ള ബോധത്തോടു കൂടിയല്ല, ഇവിടെ നിന്നൊക്കെ കിട്ടെറിഞ്ഞ് പോകാനുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി നീ ജീവിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയും. നമുക്ക് എത്രയാണോ അല്ലാഹു തരുന്നത് റിസ്ക്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു നിൽക്കണം. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സുഖമല്ല, ഉഷാറല്ല, ഇങ്ങനെ പോണ്, ജീവിതത്തിൽ നാവും അൽഹംദുലില്ലാ എന്ന് വരൂല. മരണത്തെ കുറിച്ച് ഓർക്കാത്തവന് ജീവിതത്തിൽ വരൂല. അത് 100 ദിർഹംസാണ് സാലറി എങ്കിൽ അൽഹംദുലില്ലാ എന്നുള്ളത് പറയാൻ കഴിയണം. ആർക്കെ കഴിയാ? സ്വന്തം മരണത്തെ കുറിച്ച് ഓർക്കുന്ന ഈ 100 ദിർഹംസായിട്ടൊന്നല്ല ഞാൻ വെറുതെ പോണത്, ഞാൻ ചെയ്ത നിസ്കാരം, നോമ്പും സക്കാത്തും അമൽ സ്വാലിഹാത്തുകൾ കൊണ്ടാണ് എന്ന് ബോധ്യമുള്ളവൻ
കിട്ടുന്ന 100 ആണെങ്കിലും അൽഹംദുലില്ലാ പറയാം, അല്ലെങ്കിലോ ഇങ്ങനെ പോടും കുഴപ്പമില്ല. ഈ കുഴപ്പമില്ല എന്നുള്ളത് അതൊരു റെഡിമെയ്ഡ് വാക്കായിട്ട് സുഖമില്ല എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ വേണ്ടി പഠിച്ച ആൾക്കാർ. അതുകൊണ്ട് അതെന്താ വെച്ചാല് മരണത്തെ കുറിച്ച് ഓർക്കുന്നില്ല എന്നുള്ളതാണ്. അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ മരണത്തെ കുറിച്ച് ഓർക്കുന്നവൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് നന്മകൾ അല്ലെങ്കിൽ ആരാധനകൾ ചെയ്യാൻ ഉന്മേഷം ഉണ്ടാവും മരണത്തെ കുറിച്ച് ഓർക്കുന്നവൻ. കാരണം എന്താ? ഇതിന്റെ ഇതെന്റെ അവസാനത്തേതാണ് എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺകുളിർമ എന്റെ കൺകുളിർമ നമസ്കാരത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു കൺകുളിർമ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാത്ത ടെൻഷനിലാണ്, നിസ്കാരം കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് റാഹത്ത്, എന്റെ മനസ്സിന് വല്ലാത്തൊരു സമാധാനം. അങ്ങനെ നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ അപകടമാണ്. കാരണം മരണത്തെ കുറിച്ച് ഓർക്കുന്നവൻ ഇബാദത്തുകളിൽ നശാത്തായിരിക്കും. അപ്പൊ നിങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കാൻ സ്വഹാബികളോട് 4 ചോദ്യമാണ്. ആ 4 ചോദ്യത്തിന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ് അതേ എന്നുള്ള മറുപടി നൽകുന്നത്. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ. ഇന്ന് നോമ്പുകാരായിട്ട് ആരെങ്കിലും കൂട്ടത്തിലുള്ളത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ റസൂലേ. മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന. ഇന്ന് മിസ്കീനിന് ഭക്ഷണം കൊടുത്തത് ആരുണ്ട്? റസൂലേ, ഞാനുണ്ട്. മൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ. ഇന്ന് ജനാസയെ അനുഗമിച്ചത് ആരുണ്ട്? റസൂലേ, ഞാനുണ്ട്. മൻ ആദ മിൻകുമുൽ യൗമ മരീദ. ഇന്ന് രോഗിയെ സന്ദർശിച്ചത് ആരുണ്ട്? അവിടുന്ന് മറുപടി പറഞ്ഞു, റസൂലേ, ഞാനുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅ ഹാദിഹിൽ ഖിസാലു ഖത്തുൻ ഫീ റജുലിൻ ഫീ യൗമിൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ 4 കാര്യങ്ങൾ ആരിൽ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ അവർക്ക് സ്വർഗ്ഗം. എന്താ വേണ്ടത്? രോഗിയെ സന്ദർശിക്കുക, മിസ്കീനിന് ഭക്ഷണം കൊടുക്കുക, ജനാസയെ അനുഗമിക്കുക, നോമ്പെടുക്കുക. ഇതിന് കുറെ പൈസന്റെ ചെലവൊന്നുമില്ല. ഇതിൽ പാകം പൈസന്റെ ചെലവ് എന്ന് പറയാനുള്ളത് ഭക്ഷണം കൊടുക്കുന്നതിനാണ്. അതിന് എത്ര ദിർഹംസ് വേണ്ടി വരും? ഇതൊരു ജീവിതത്തിൽ ഒരു ദിവസം കൊണ്ടുവരാൻ കഴിയുന്നതാണ്. നമ്മളിപ്പോ അടുത്ത് എപ്പോഴെങ്കിലും ഈ ഒരു 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ അടുത്ത് വേണ്ട ഒരു കൊല്ലത്തിനുള്ളിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കും. ഈ 4 കാര്യങ്ങൾ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ. ഇതിനൊക്കെ അവസരങ്ങളൊക്കെ ഒരുപാടുണ്ട്. അവസരങ്ങളുണ്ട്, ഉണ്ടാവായിട്ടല്ല, നമ്മളത് കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു മരണത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇബാദത്തുകളിൽ മുൻപന്തിയിലുണ്ടാകും. ഇബാദത്തുകളിൽ നശാത്തുണ്ടാവും, ഉന്മേഷം ഉണ്ടാവും. അലസായിട്ട് ഇങ്ങനെ ആർക്കോ വേണ്ടി നിസ്കരിക്കുക, എന്നിട്ട് കുറേ കൂട്ടായിട്ടും കുറേ ഇതാക്കിയിട്ടും ഉറക്കം തൂങ്ങിയിട്ടും ഒക്കെ ഇങ്ങനെ ചെയ്യാം. അങ്ങനെയല്ല, നല്ല ഉന്മേഷത്തോടു കൂടി ഇബാദത്ത് ചെയ്യുന്നു. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നിങ്ങൾ ഉറക്കം വരുമ്പോൾ ഇബാദത്ത് ചെയ്യരുത്, നിങ്ങൾ പ്രാർത്ഥിക്കരുത്, നിങ്ങൾ ചെയ്യരുത്. കാരണം അത് വലിയ അപകടത്തിലേക്ക്. ആ പ്രാർത്ഥന എന്ത് ചെയ്യും? ആ ഇബാദത്തുകളിൽ നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ സ്വന്തം ജീവിതത്തിനെതിരെ പ്രാർത്ഥിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുതെന്ന് പഠിപ്പിച്ചത്. ഉന്മേഷത്തോടു കൂടിയിട്ടാണ് ഇബാദത്തുകൾ ഓരോന്നും ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മരണചിന്ത ഒരാളിൽ ഇല്ല എങ്കിൽ അവന് 3 കാര്യങ്ങൾ കൊണ്ട് ശിക്ഷ ഉണ്ടാകും അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. ഒന്ന് തസ്വീഫിൻ തൗബ, തൗബ പിന്തിപ്പിക്കും. എങ്ങനെ നീട്ടിപ്പോ ഏതായാലും അടുത്ത മാസം ഒരു ഉംറക്ക് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പ പറയാം, കേട്ട് പാടില്ല, അപ്പാക്കാം. അങ്ങനെ നീട്ടി വെച്ച് പിന്നെ ഇനിയിപ്പോ കുറച്ചുകൂടി കഴിഞ്ഞാൽ റമദാനാവാൻ പിന്നെ ഏതായാലും അതുവരെ ആരെ പറഞ്ഞത് അതുവരെ ഉണ്ടാവും. ഇവിടുന്ന് ഇറങ്ങാനുള്ള ആഫിയത്ത് ഉണ്ടാവുന്ന ആരെ പറഞ്ഞു? തൗബ ഇങ്ങനെ നീട്ടി വെക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലൈസത്തി തൗബ. തൗബയില്ല ആർക്ക്? ലില്ലദീന യഅമലൂന സൂ, തിന്മ ചെയ്യുന്ന ആളുകൾക്ക്. ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത്ത്, ഇത് മരണത്തിന്റെ ആ സമയം എത്തിക്കഴിഞ്ഞാൽ ഖാല ഇന്നി തുബ്തു അൻ, ഞാൻ ഇപ്പോ തൗബ ചെയ്തു. മരിക്കാനാണ് ബോധ്യപ്പെടുമ്പോൾ അല്ലാഹ് ഞാൻ മടങ്ങിട്ടോ, ഞാൻ തെറ്റ് ചെയ്യൂലട്ടോ എന്ന് പറയും. വലല്ലദീന യമൂതൂന വഹും കുഫാർ, അവർ കുഫാറായിട്ട് കാഫിറായിട്ടായിരിക്കും മരിക്കുക. ആ സമയത്ത് തൗബ ചെയ്തിട്ട് കാര്യമില്ല. അതുവരെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു, നാളെ ചെയ്യാം പിന്നെ ചെയ്യാം ഇങ്ങനെ നീട്ടിയാണ് കൊണ്ടുപോകും. മരിക്കാനാണ് ബോധ്യപ്പെടുമ്പോ പിന്നെ അവിടുന്ന് നേരെ ദിക്റും ദുആകളും തസ്ബീഹും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അങ്ങനത്തെ തൗബ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നീട്ടി വെക്കരുത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫിറഔൻ. ഏറ്റവും വലിയ ഉദാഹരണം. അവനെ അഹങ്കാരിയായി ജീവിച്ചു,
ഇനിയുണ്ട് മരിക്കാൻ പോകുക എന്നത് ബോധ്യപ്പെട്ടപ്പോ ഞാനിത് അള്ളാഹുവെ ഇപ്പൊ തൗബ ചെയ്തിരിക്കുന്നു ഫിറഔൻ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ല. കാര്യം ഉണ്ടായോ? ഇല്ല. അതുകൊണ്ട് നീട്ടി വെച്ചാൽ അത് വലിയ അപകടം. അത് എന്താ നീട്ടിയേക്കാൻ കാരണം? നമ്മളിപ്പോഴൊന്നും മരിക്കൂല എന്നുള്ള ചിന്തയാണ്. നിങ്ങൾക്കിപ്പോ 30-40-50 വയസ്സിലായിട്ടും ഇനി എത്ര കാലം ജീവിക്കാൻ, ഈ ചിന്തയാണ് നമ്മളത് ഇങ്ങനെ നീട്ടി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഏത് നിമിഷവും ഞാൻ ഒന്ന് മരിച്ചു പോകാം എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. രണ്ടാമത്തേത് അതായത് മനസ്സംതൃപ്തി ഉണ്ടാവുക. എത്ര കിട്ടിയാലും തികയില്ല, ഇനിയും കിട്ടണം എന്നുള്ള ആ ഒരു ബോധത്തോട് കൂടി ജീവിക്കും. കാരണം എന്താ? ഇവിടെ തന്നെ, ഞാൻ ഇവിടെ തന്നെ ജീവിതം, എന്റെ ജീവിതം ഇവിടെ തന്നെ എന്നുള്ള ബോധമുള്ളതുകൊണ്ടാണ്. ഇനിയും കിട്ടണം അങ്ങനെ ഈ കൈക്കോട്ടിന്റെ സ്വഭാവമാണ്. ഒക്കെ ഇങ്ങോട്ടാണ്, അങ്ങോട്ട് ഇങ്ങനെ ഇട്ടെടുക്കലും കുറവൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങോട്ട് എടുക്കുക. അതൊക്കെ ഇങ്ങനെ വായി കിട്ടാൻ ശ്രമിക്കും. ഇതിന്റെ ഇടയിൽ പരലോകമാക്കാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ അന്ന ഇബ്ന ആദമ വാദിയൻ മിൻ ദഹബിൻ അഹബ്ബ അൻ യകൂന ലഹു വാദിയൻ. സ്വർണത്തിന്റെ ഒരു താഴ്വര മുഴുവൻ ഒരു മനുഷ്യന് കിട്ടിയാലും അടുത്ത സ്വർണത്തിന്റെ താഴ്വര എങ്ങനെ ഉണ്ടാക്കാനുള്ള അഭിനായിരിക്കും. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് അവനവന്റെ ആഹാരം നന്നാക്കാന്നുള്ളത് ചിന്തിക്കൂല. ഇനി എങ്ങനെ പിന്നെ അങ്ങോട്ട് എന്നുള്ളതാണ്. നല്ലൊരു സാമ്പത്തിക അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഭദ്രമായി നിന്നുകൊണ്ട് പരലോകത്തേക്ക് എങ്ങനെ അധ്വാനിക്കാന്നുള്ളത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനർത്ഥം നല്ല അധ്വാനിക്കണമെന്നോ നല്ല പൈസ ഉണ്ടാക്കണമെന്നല്ല, ഇതൊക്കെ വേണം. പക്ഷെ അവനവന്റെ ആഹാരം മറന്നുകൊണ്ടാകരുത്. മരണത്തെ കുറിച്ച് ഓർക്കാത്തവൻ അവന് ഉള്ളതിൽ തൃപ്തിപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. മൂന്നാമത്തത് ആരാധനകൾ ചെയ്യാൻ മടി ഉണ്ടാവുക. ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രം ഒഴുകും, ആഖിറത്തിന്റെ കാര്യത്തിൽ ഒരു ചിന്ത ഉണ്ടാവില്ല. നമ്മൾ ദുനിയാവിലെ ഒരു ബിസിനസ് തുടങ്ങാൻ, അതല്ലെങ്കിൽ നല്ലൊരു കാര്യം, നല്ലൊരു ജോലിയിലേക്ക് തുടങ്ങാൻ വേണ്ടി എത്ര ഇത് നമ്മൾ കുത്തിരുന്ന് ആലോചിച്ചിട്ടുണ്ട് അല്ലെ? ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി എത്ര നമ്മൾ സമയം, മണിക്കൂറുകൾ ആലോചിച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. എന്നാൽ അത്രമാത്രം ചിന്തകളും കാര്യങ്ങളും കൊടുത്ത് നല്ല രീതിയിൽ നമ്മുടെ ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരു അലസമായിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ അത് മുനാഫിഖിന്റെ അടയാളമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് മുഅ്മിനീങ്ങളിലെ ബുദ്ധിയുള്ളവരാണ് നമ്മൾ കഴിയണം. മുഅ്മിനീങ്ങൾ മാത്രം ആയ പോരാ, മുഅ്മിനീങ്ങളിൽ ബുദ്ധിയുള്ളവരാകണം. ആരാ ബുദ്ധിയുള്ള മുഅ്മിനീങ്ങൾ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. ഇബ്നു ഉമർ അന്നഹു ഖാൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ഫജാഅഹു റജുലുൻ മിനൽ അൻസാർ ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ثم قال, ഒരു അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബി വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠനായ വിശ്വാസി ആരാണ്? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, നല്ല സ്വഭാവമുള്ളവരാണ്. നല്ല സ്വഭാവമുള്ളവരാണ് ഏറ്റവും ശ്രേഷ്ഠനായ വിശ്വാസി. വീണ്ടും ചോദിച്ചു, അയ്യുൽ മുഅ്മിനീന അഖിയസ്, ഏറ്റവും ബുദ്ധിമാനായ വിശ്വാസി ആരാണ്? നല്ല ബുദ്ധിയുള്ള വിശ്വാസി ആരാണ്? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്തറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുന്നവൻ. ആരുടെ? പാപ്പാന്റെ മരണമല്ല, സ്വന്തം മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നവൻ. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവൻ, പണിയെടുക്കുന്നവൻ. ഉലൈകൽ അഖിയാസ്, അവനാണ് ബുദ്ധിമാൻ. കാരണം എന്നെന്നും നിലനിൽക്കുന്ന ലോകത്തിന് വേണ്ടിയിട്ട് അവൻ അധ്വാനിക്കുന്നത്. ഇതൊക്കെ അവസാനിക്കും. ഇവിടുന്ന് ആരും അക്കൗണ്ടിലെ മുഴുവൻ പണവും വിഡ്രോ ചെയ്ത് അവരിലേക്ക് വെച്ചെന്നിട്ട് അല്ല നമ്മൾ ആരും തന്നെ യാത്ര ബാക്കിയുള്ളവർ ഏറ്റെടുക്കും. അത് ബാക്കിയുള്ളവർ ഏറ്റെടുക്കും അല്ലെ? ഭാര്യയെ മറ്റുള്ളവൻ വിവാഹം കഴിച്ചെന്ന് വരാം, അതല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് വേറൊരു ഇണയുമായി വീട് കൂടിയെന്ന് വരാം, മക്കളെ നോക്കാൻ ആളുകൾ ഏറ്റെടുത്തെന്ന് വരാം. അതിന്റെ പല വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. വീട്ടിലെ എല്ലാവരും മരിച്ചു, 5 വയസ്സായ കുട്ടികൾ, ആൾക്കാർ ഏറ്റെടുക്കാൻ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സ്വന്തം മകളെ നാട്ടേര് വളർത്തുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്? അവിടെ ജീവിച്ചു വരുന്നവരും ആലോചിച്ചില്ലായിരുന്നു, ഒരു ചിന്തകമെന്ന സംഗതി വന്നിട്ടില്ല. പക്ഷേ അത് യാഥാർത്ഥ്യമായി. അതുകൊണ്ട് ഇതൊക്കെ നമ്മളിവിടെ സമ്പാദിക്കുന്നത് ഓരോന്നും അത് നമ്മുടെ മരണത്തോടു കൂടി മറ്റുള്ളവരുടേതായി മാറും. നമുക്കുണ്ടാകുന്ന നമ്മൾ ചെയ്യുന്ന അമലുകൾ മാത്രമാണ്.
എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്നുണ്ട്. അതുകൊണ്ട് മരണചിന്ത നമുക്ക് സമ്മാനിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് സഹായിക്കും. സ്വന്തം മരണത്തെ കുറിച്ച് ഓർക്കുമ്പോ തെറ്റിലേക്ക് പോകാൻ കഴിയില്ല പ്രിയമുള്ളവരെ. തെറ്റുകൾ കാണാനോ കേൾക്കാനോ സ്ക്രോൾ ചെയ്യാനോ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഏത് നിമിഷവും ഞാൻ ഈ ലോകത്ത് നിന്ന് പോകേണ്ടവനാണ് എന്നുള്ള ചിന്ത സദാ അവന്റെ മനസ്സിലുണ്ട് എങ്കിൽ അവൻ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കും എന്നതാണ്. അതേപോലെ തന്നെ കടുത്ത ഹൃദയത്തെ അത് ലോലമാക്കി കളയും. അഹങ്കാരവും പെരുമയും അതേപോലെ തന്നെ വിദ്വേഷവും പകയുമാണ് ഇന്ന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ കുടിയേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ പടിയിറങ്ങാൻ കഴിയുന്നതാണ് സ്വന്തം മരണത്തെ കുറിച്ച് ഓർക്കുക. അവനൊരിക്കലും അഹങ്കാരിയാകാൻ കഴിയില്ല. ബാക്കിയുള്ളവരുടെ മുഖത്ത് മുഖം വെറുപ്പിച്ചുകൊണ്ട് നോക്കാൻ കഴിയില്ല. നമ്മുടെ ഹൃദയം ലോലമാക്കി കളയും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ദുനിയാവിലേക്ക് ചായുന്നതിനെ നമുക്ക് തടുക്കാൻ കഴിയും. ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നത് അത് നമുക്കൊന്ന് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. മരണത്തെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ ഇതിന്റെ പിന്നാലെ ഓടിയിട്ട് ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. ആഖിറത്തിന്റെ പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നേട്ടം എന്നുള്ളത് ബോധ്യപ്പെടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നാലാമത്തേത് പരീക്ഷണങ്ങളെ നിസ്സാരമായി കാണാൻ കഴിയും. കാരണം ജീവിതം എന്ന് തന്നെ ഉള്ളത് ഒരു പരീക്ഷണമാണ്. നമ്മുടെ ജീവിതം എന്നുള്ളത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖിലാഫിലെ. നിങ്ങളുടെ മരണവും നിങ്ങളുടെ ജീവിതവും പരീക്ഷണമാണ്. അയ്യുകും അഹ്സനു അമല, ഏറ്റവും നന്നായി പണിയെടുക്കുന്നവരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ജീവിതം തന്നെ പരീക്ഷണമാണെങ്കിൽ അതിലിടക്ക് ജോലി നഷ്ടപ്പെട്ടാൽ അത് വലിയൊരു പ്രയാസമായിട്ട് തോന്നില്ല. കാരണം ഈ പരീക്ഷണങ്ങൾക്കിടയിലുള്ള ഒരു പരീക്ഷണം. അങ്ങനെ മനസ്സ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. വീട് നഷ്ടപ്പെട്ടു, ഒരു നിമിഷ നേരം കൊണ്ട് വീട് മുഴുവൻ നഷ്ടപ്പെട്ടു, കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടു, അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. വലിയൊരു പരീക്ഷണങ്ങളിൽ മറ്റൊരു പരീക്ഷണം മാത്രമാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നഷ്ടബോധത്തിൽ നിന്ന് നമുക്കൊരു പരിധി വരെ രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ്. പരലോകത്ത് അവിടെ പരാജയപ്പെടുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. അതൊക്കെ ഓർക്കുമ്പോ എന്റെ വാപ്പ മരിച്ചു എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ നഷ്ടമല്ല, അതൊരു ബോധ്യപ്പെടും. അവിടുത്തെ നഷ്ടം ആണ് ഏറ്റവും വലിയ നഷ്ടം എന്നുള്ളത് ബോധ്യപ്പെടും. അതുകൊണ്ട് ആ നഷ്ടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മരണത്തെ കുറിച്ച് ഓർക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മുൻഗാമികള് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ വഹബ് ബിൻ മുനബ്ബിഹ് റഹിമഹുല്ലാ പറയുന്നുണ്ട്, അല്ലിംനി ശൈഅൻ യൻഫഅനി അല്ലാഹു ബി. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിക്കാണ്, അല്ലാഹുവിന്റെ അടുക്കൽ എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തരണം. അദ്ദേഹം പറഞ്ഞത് അക്തിറു മിൻ ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ച് നീ ധാരാളമായി ഓർക്കുക. വഖ്സുർ അമലക്, അതേപോലെ തന്നെ നിന്റെ ദുനിയാവിനോടുള്ള ആഗ്രഹങ്ങൾ നീ ചുരുക്കുക. ദുനിയാവിനോടുള്ള ഭ്രമം അത് നീ എന്ത് ചെയ്യണം? കുറക്കണം. മരണത്തെ കുറിച്ച് ധാരാളമായി ഓർക്കണം എന്നുള്ളത് അത് തന്നെ നിനക്ക് മതി എന്നുള്ളത് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. അതേപോലെ തന്നെ മഹാനായ സുഫിയാൻ തൗരി റഹിമഹുല്ലാ പഠിപ്പിച്ചതാണ്, നിങ്ങൾ മരണത്തെ കുറിച്ച് മനസ്സിലാക്കിയതുപോലെ ഇവിടുത്തെ മൃഗങ്ങളെങ്ങാനും മരണത്തെ കുറിച്ച് മനസ്സിലാക്കുകയായിരുന്നെങ്കിൽ തടിച്ചു കൊടുത്ത ഒരു മൃഗത്തിന്റെ മാംസം പോലും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ കിട്ടില്ലായിരുന്നു എന്നാണ്. അത് മൃഗങ്ങളുടെ പ്രത്യേകത എന്താ? അതിപ്പോഴും ഇങ്ങനെ അയവാക്കിയുണ്ട്, എന്തെങ്കിലും ഇങ്ങനെ തിന്നുകൊണ്ടാണ് ഇപ്പോഴും, അല്ലെ? അതെന്താ? അതിനൊന്നുമില്ല, ഒരു ബോധമില്ല, ഇങ്ങനെ ജീവിക്കാൻ, അല്ലെ? പക്ഷേ നമ്മൾ മരണത്തെ മനസ്സിലാക്കിയതുപോലെ മൃഗങ്ങളെ ഞാൻ മനസ്സിലാക്കുകയാണെന്നുണ്ടല്ലോ, അവർക്ക് തിന്നാൻ കഴിയില്ല എന്നുള്ളത്. തിന്നാൻ തൊണ്ടേന്ന് ഇങ്ങോട്ട് ഇറങ്ങൂല. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് നല്ല ഇതൊക്കെ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും നമ്മുടെ ഉള്ളിലേക്ക് മരണം ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നില്ല. അതുകൊണ്ട് മരണത്തെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ജീവിതം ഒരു 80-90% അല്ലാഹ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ ആക്കാൻ കഴിയും. അതുകൊണ്ട് സ്വന്തം മരണത്തെ കുറിച്ച് എപ്പോഴും നമ്മൾ ഓർക്കുക എന്നതാണ്. മൂന്നാമത്തത്, നമ്മൾ മരണത്തെ കുറിച്ച് ഓർത്ത് ജീവിതം പരലോകത്തിന് വേണ്ടി ചിട്ടപ്പെടുത്താൻ മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഖബർ സന്ദർശിക്കുക എന്നതാണ്. ഖബർ സന്ദർശിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. ആദ്യം നിങ്ങൾക്ക് ഖബർ സന്ദർശനം വിലക്കിയിരുന്നു. ഫസൂറുഹാ, നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തോളൂ? ഖബർ സന്ദർശിച്ചോളൂ. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകത്തേക്ക് നേട്ടമാണ് എന്ന്, പരലോക ബോധം ഉണ്ടാക്കി തരുമെന്ന്
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹം റിയാദുസ് സ്വാലിഹീന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കുല്ലമാ ഗഫല ഖൽബുക്, നിന്റെ ഹൃദയം അശ്രദ്ധമാകുന്നുണ്ട് എങ്കിൽ, അതേപോലെ തന്നെ ദുനിയാവിനോട് നിന്റെ ഹൃദയം ചായുന്നുണ്ട് എങ്കിൽ, അതിനോട് ഭ്രമം കൂടുതൽ നിനക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, ഫർജഅ ഇലൽ ഖുബൂർ, നീ ഖബറുകളുടെ അടുക്കലേക്ക് പോകണം, ഖബർസ്ഥാനിലേക്ക് പോകണം. ഫതഫക്കർ ഫീ ഹൗലാഇൽ ഖൗമ അല്ലദീന കാനൂ ബിൽ അംസി മിത്ലക അലൽ അർദ്, നിന്നെ പോലെ ഇന്നലെ വരെ ഭൂമിയുടെ ഉപരിയിലു ലോകത്തുകൂടി നടന്ന ആളുകളെ കുറിച്ച് നീ ഓർക്കണം എന്നുള്ളതാണ്. യഖുലൂൻ, അവർ തിന്നിരുന്നു, വയശ്റബൂൻ, അവർ കുടിച്ചിരുന്നു, വയതമത്തഊൻ, അവർ ആസ്വദിച്ചിരുന്നു, വൽആൻ, എന്നാൽ ഇപ്പോൾ അവർ ഐന തദ്ഹബു എപ്പോൾ അവർ വിട്ടുപോയത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. സ്വാറു അൽആന മുർതഹിനീന ബിഅഅമാലിഹിം, എന്നാൽ അവർ തങ്ങളുടെ കർമ്മങ്ങൾ ആശ്രയിച്ച് തീരുന്നവരായി മാറിയിരിക്കുന്നു. ഇനി അവർക്ക് ഓരോ കർമ്മങ്ങളെ ആശ്രയിക്കാൻ വകുപ്പുള്ളൂ, വേറൊരു വകുപ്പും ഇല്ല എന്നുള്ളതാണ്. ലം യൻഫഉഹും ഇല്ലാ അമലുഹും, ഇനി അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഓരോ യാത്രയിലും അവർ ചെയ്ത അമലുകൾ മാത്രമാണ് അവർക്ക് ഉപകരിക്കുക, വേറൊന്നും അവർക്ക് ഉപകരിക്കുകയില്ല എന്നതാണ്. ഇന്നലെ വരെ നമ്മുടെ കൂടെ ജീവിച്ചവർ ഇന്ന് ഖബറിലാണ്. അവർക്ക് ഉപകാരം എന്നുള്ളത് ഒരു സംഗതി ഉണ്ട് എങ്കിൽ അത് ഒരു ജീവിതത്തിൽ ചെയ്ത അമല് മാത്രമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു വരുമ്പോൾ, പ്രിയമുള്ളവരെ, ആ അമലുകൾ സ്വരൂപിക്കാൻ നമുക്ക് കഴിയണം. അതിനെ നമുക്ക് കഴിയണമെങ്കിൽ എന്ത് വേണം? മരിക്കുന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മയ്യത്ത് മറമാടുന്നതിന് വേണ്ടി ഖബറിന്റെ അരികിൽ ചെന്നുകൊണ്ട് അവിടെ ഇരുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയാൻ, അവിടെ ഉണ്ടായിരുന്ന മണ്ണ് നനഞ്ഞ് കുതിരുവോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു എന്നാണ്. എന്നിട്ട് സ്വഹാബികളോട് പറഞ്ഞു, യാ ഇഖ്വാനി ലിമിത്ലി ഹാദാ ഫഅഇദു, ഇതുപോലെയുള്ളതിന് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കോളൂ, ഇതുപോലെയുള്ള ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിച്ചോളൂ, റെഡി ആയിക്കോളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരാണ്. അതേപോലെ തന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദുനിയാവ് അത് നമ്മളെയും കൊണ്ട് പിന്നിട്ടിരിക്കുന്നു, ആഖിറം ഇനി അത് വരാനിരിക്കുന്നു. എല്ലാത്തിനും അതിൻ്റെതായ ആളുകളുണ്ട്. ദുനിയാവിന് ദുനിയാവിന്റെ ആൾക്കാരുണ്ട്, ആഖിറത്തിനും അതിൻ്റെതായ ആളുകളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ ആൾക്കാരായിക്കോളി, വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, ദുനിയാവിന്റെ ആൾക്കാരാകരുത് നിങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന് അമലാണ്, ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ളത് അമലാണ്, വലാ ഹിസാബ്, ഇന്ന് ഇവിടെ വിചാരണയില്ല, നിസ്കരിച്ചതിന്റെ കണക്കെടുക്കാൻ ആരും ഇന്ന് ഇവിടെ വരില്ല, ഇന്ന് അമലുകൾ ചെയ്യാനാണ്. വഗദൻ, നാളെ ഹിസാബുൻ വലാ അമൽ, നാളെ ഹിസാബാണ്, കണക്കെടുക്കലാണ്. നമ്മൾ ചെയ്ത നമസ്കാരത്തിന്റെ കണക്കെടുപ്പ് നാളെ ഉണ്ടാകുക, അന്ന് അവിടെ ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ മഗ്‌രിബിന്റെ കണക്കെടുപ്പ് അത് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ ആരും വന്ന് നമ്മളോട് ചോദിക്കില്ല, നടത്തില്ല, അത് നാളെ പരലോകത്താണ്. അതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നികത്താനുള്ള വകുപ്പ് അന്ന് നാളെ ഇല്ല എന്നാണ്. അതുകൊണ്ട് ആ സമയത്ത് വേവലാതിപ്പെടാതിരിക്കാൻ, ആവലാതിപ്പെടാതിരിക്കാൻ, മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ, മരണത്തിന്റെ സമയം എത്തി കഴിഞ്ഞാൽ അവിടെ ചില ആളുകളുണ്ട്, റബ്ബി ഇർജിഊൻ, അല്ലാഹു മടക്കി തരും, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഒഴിവാക്കിയ ഒരുപാട് നന്മകളുണ്ട്, ഞാൻ ഒഴിവാക്കിയ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, ഞാൻ ചെയ്യാറേ എന്ന് അവിടെ വെച്ച് അള്ളാഹുവിനോട് ഖേദിച്ചുകൊണ്ട് വിലപിക്കുന്ന ഒരവസ്ഥ. മലക്കുൽ മൗത്ത് കാണുമ്പോൾ അത് ബോധ്യപ്പെടാൻ പൂവണിഞ്ഞൊരു മടക്കല്ല, ആരോടൊന്നും പറയാനുള്ള സമയമില്ല, ഭാര്യയോട് യാത്ര ചോദിക്കാനോ മക്കളോട് മക്കളെ അണച്ചു പിടിക്കാനോ ചേർത്തു പിടിക്കാനോ ഇനിയൊരു അവസരമില്ല, സമയമില്ല. ബോധ്യപ്പെടാൻ ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാറേ, ഞാൻ ഒഴിവാക്കി ഒരുപാട് നന്മകളുണ്ട്. അള്ളാഹ് പറയുന്ന ഒരു മറുപടി, കല്ലാവാണ് ഇന്നഹ കലിമത്തുൻ, അതൊരു വെറുതെ പറയും, പറഞ്ഞോണ്ടേ 30, 40, 50 വയസ്സായി കാണും, ഇത്രയും കാലം ചെയ്യാത്തത് ഇനിയൊരു നിമിഷം കിട്ടിയ ചെയ്യൂല, അത് വെറും വാക്കാണ്. അതുകൊണ്ട് അവിടെ വിലപിക്കാതിരിക്കാൻ വേണ്ടി പ്രിയമുള്ളവരെ കിട്ടിയ അവസരം അധ്വാനിക്കണം. ആ അധ്വാനിക്കുന്നത് ആത്മാർത്ഥമാക്കണമെങ്കിൽ മരണം എന്നുള്ള ഏറ്റവും നല്ല ഉപദേശം അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും
തളം കെട്ടി നിൽക്കേണ്ടതുണ്ട്. എങ്കിൽ നമ്മുടെ പരലോക ജീവിതം സുരക്ഷിതമാക്കാൻ നമുക്ക് കഴിയും. അത്തരം ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, മരണത്തെക്കുറിച്ച് ഓർത്ത് മരണാനന്തര ജീവിതത്തിൽ പണിയെടുക്കുന്ന ഏറ്റവും നല്ലവരെ നീ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا